കേരള നീന്തൽ അസോസിയേഷന്റെ സാങ്കേതിക വീഴ്ച മൂലം സംസ്ഥാനത്ത് നിശബ്ദമായി ഒഴുകിപ്പോകുന്നത് നൂറുകണക്കിന് വളർന്നുവരുന്ന നീന്തൽ താരങ്ങളുടെ ഭാവി. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന നീന്തൽ മത്സരത്തിൽ മത്സരാർത്ഥികളുടെ നീന്തൽ വേഗം അളക്കാനുള്ള ആധുനിക ഉപകരണം പോലും ഉണ്ടായിരുന്നില്ല. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന നീന്തൽ മത്സരങ്ങളിൽ കൃത്യമായ സമയം നിർണ്ണയിക്കാൻ ആവശ്യമായ ടച്ച് പാഡുകൾ പോലും സംസ്ഥാനതല മത്സരത്തിൽ സജ്ജമാക്കിയിരുന്നില്ല എന്നാണ് പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ തികച്ചും അപരിഷ്കൃതമായ രീതിയിലാണ് മത്സരം നടത്തിയത്. വ്യത്യസ്ത ട്രാക്കുകളിൽ നിൽക്കുന്ന ആളുകൾ കയ്യിലെ സ്റ്റോപ്പ് വാച്ച് നോക്കി സമയം കുറിക്കുന്ന രീതിയിൽ വലിയ കൃത്യതയില്ലായ്മ സംഭവിച്ചു. സംസ്ഥാന അസോസിയേഷന്റെ ഈ സാങ്കേതിക വീഴ്ച കാരണം പല കുട്ടികൾക്കും അർഹിച്ച സമയം രേഖപ്പെടുത്താൻ കഴിയാതെ ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കാനാകാതെ വന്നിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ആദ്യ 3 സ്ഥാനക്കാരെ വരെ ദേശീയ തലത്തിലേക്ക് അയക്കുമ്പോൾ കേരളം റിലേ മത്സരങ്ങൾക്ക് പോലും ടീമിനെ അയക്കുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നു. സംസ്ഥാന മത്സരത്തിലെ സാങ്കേതിക തകരാറുകൾ മൂലം സെക്കൻഡിന്റെ ചെറിയ അംശങ്ങൾക്ക് യോഗ്യതാ സമയം നഷ്ടമായ കഴിവുള്ള കുട്ടികളെ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പരിഗണിക്കണമെന്ന് രക്ഷിതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട കായിക വകുപ്പിനും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും അസോസിയേഷന്റെ ഏകപക്ഷീയ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്നും രക്ഷിതാക്കളും പരിശീലകരും ചൂണ്ടിക്കാട്ടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ലക്ഷങ്ങൾ ചെലവഴിച്ച് സംഘടിപ്പിക്കുന്ന ഇത്തരം മത്സരങ്ങൾ കൊണ്ട് ആർക്കാണ് പ്രയോജനമെന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ജനം, കൊച്ചി.